സ്വാതന്ത്ര്യത്തെപ്പറ്റി വ്യത്യസ്തങ്ങളായ വിചിന്തനങ്ങളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും നൽകുന്ന 4 ജീവിതങ്ങളുടെ വിവരണം ഈ ഓഗസ്റ്റ് മാസം ആരാധനാക്രമത്തിൻ്റെ കലണ്ടറിൽ നമുക്ക് കാണാനാകും. അതിൽ പ്രഥമമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ അവസരം തന്നെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വിശുദ്ധ ഹിതമനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണമായി ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിൽ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം യഥാർത്ഥ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ, വിചിന്തനം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. രണ്ടാമതായി വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, ഈ മനുഷ്യന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തന്നെ ജീവിതം ഒരു ഹോമബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായ വ്യക്തിയാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. കുത്തഴിഞ്ഞ പാരതന്ത്ര്യത്തിൻ്റെ കറുത്ത പാതകളിലൂടെ ചരിച്ച് വെറും 17-ാമത്തെ വയസ്സിൽ അദേവദാത്തൂസ് എന്ന ഒരു ജാരസന്ധതിയെ ജനിപ്പിച്ച് എന്നാൽ സാവധാനം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന, അങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു പുരോഹിതനായി, മെത്രാനായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയപ്പെട്ട വിശുദ്ധ അഗസ്തീനോസും ഈ യഥാർത്ഥ ജീവിത സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള പുതിയ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. നാലാമതായി വിശുദ്ധ സ്നാപക യോഹന്നാൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറുകളഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് എന്നാൽ തൻ്റെ ജീവിതം മുഴുവൻ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷ്യമായി സമർപ്പിച്ച, രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് സ്നാപക യോഹന്നാൻ. ഈ 4 പേരും നമുക്ക് പ്രത്യേകമായി സമ്മാനിക്കുക എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ജീവിതം സമർപ്പിക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടുന്നതോ, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ പാതയിലൂടെ നയിക്കുമ്പോൾ മനുഷ്യനെന്ന നിലയ്ക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിന് നഷ്ടപ്പെടുന്നു എന്നെല്ലാം ചിന്തിക്കുന്ന, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ജീവിതങ്ങളാണ്. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? യുവജന മതബോധന ഗ്രന്ഥം യുകാറ്റിൽ അതിൻ്റെ 286-ാമത്തെ ഖണ്ഡികയിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? അതെന്തിനാണ് എന്ന ചോദ്യങ്ങൾ. ഉത്തരം യുകാറ്റ് നൽകുന്നത് ഇപ്രകാരമാണ്: സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നതിന് ദൈവം തരുന്ന ദാനമാണ് സ്വാതന്ത്ര്യം. എൻ്റെ സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവത്തിൽ നിന്ന് വരുന്ന ദാനം, അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. തുടർന്ന് എഴുതുന്നു, സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ മറ്റാരുടെയെങ്കിലും സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതായത് മനസ്സാക്ഷിയുടെ സ്വരമനുസരിച്ച് ദൈവം നമ്മിൽ പ്രചോദിപ്പിക്കുന്ന പ്രകാരം നേരായ മാർഗത്തിലൂടെ, നീതിയുടെ, സത്യത്തിൻ്റെ പാതയിലൂടെ ചരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആന്തരികമായി അനുഭവിക്കാവുന്ന ആ വികാരമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്വതന്ത്രരായ മനുഷ്യരെന്ന നിലയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു കൂച്ചുവിലങ്ങും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യമെന്നും കാംക്ഷിക്കുന്ന നല്ല ദൈവമാണ് നമ്മുടേത്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നന്മയെ,
യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നന്മയെ, അതായത് ദൈവത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് അത്. നാം എത്ര കൂടുതൽ നന്മ ചെയ്യുന്നുവോ അത്ര കൂടുതൽ നാം സ്വതന്ത്രരായിരിക്കും. അതാണ് യുക്കാറ്റ് വ്യക്തമാക്കുക. നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യം. ദൈവം നമ്മിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരമനുസരിച്ച് ധർമ്മത്തിൻ്റെ, നീതിയുടെ, സത്യത്തിൻ്റെ പാതയിൽ ചരിക്കുമ്പോഴാണ് യഥാർത്ഥമായി നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതാണ് യുക്കാറ്റ് നമ്മോട് പറഞ്ഞു തരിക. പരിശുദ്ധ കന്യകാമറിയം ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചവളാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് ദൈവഹിതത്തിന് മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസി അങ്ങേ ഹിതമനുസരിച്ച് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. ഗബ്രിയേൽ ദൂതൻ അവളോട് പറയുക, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവൾക്ക് അസ്വസ്ഥത ഹൃദയത്തിൽ അനുഭവിക്കുവാൻ കാരണമായി. എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ ഇങ്ങനെ ഒരു ദൈവദൂതൻ്റെ സന്നിധിയിലാണ് ഈ ഒരു ഗ്രാമീണ പെൺകുട്ടി നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ അവൾ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നെ, അതും ഒരു ദൈവദൂതൻ്റെ സന്നിധിയിൽ അവൾക്ക് സ്വാതന്ത്ര്യത്തോട് ചോദിക്കുകയാണ്. അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി കിട്ടുമ്പോൾ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ എഴുന്നള്ളും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും എന്നുള്ള ദൈവദൂതൻ്റെ മറുപടി അവൾക്ക് ലഭിക്കുമ്പോൾ അവളുടെ പ്രത്യുത്തരം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച്, അവിടുത്തെ വിശുദ്ധ ഹിതമനുസരിച്ച് ജീവിതം സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പാഠം? ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, അവിടുത്തെ വിശുദ്ധഹിതമനുസരിച്ച്, അവിടുത്തെ ഡിസയർ അതനുസരിച്ച് ജീവിതം സമർപ്പിക്കുമ്പോൾ നാം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഒന്ന്. രണ്ടാമതായി, തിടുക്കത്തിൽ അവൾ പോകുക എലിസബത്തിൻ്റെ ഭവനത്തിലേക്കാണ്. അവിടെ ഇതാ വാർദ്ധക്യത്തിൽ ഗർഭവതിയായ ഒരു സ്ത്രീയുണ്ട്, തൻ്റെ ചാർച്ചക്കാരി ബന്ധു. അവളോടൊപ്പം ഒരക്ഷരം പോലും, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പോലും പറയാനാവാതെ മൗനിയായി മാറിയ സഖറിയാസുണ്ട്. ആ ഒരു ഭവനത്തിന് മറിയത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അത് തിരിച്ചറിഞ്ഞവളാണ് അവൾ തിടുക്കത്തിൽ ഈ ഒറ്റടി പാതയിലൂടെ ഭവനത്തിലേക്ക് ചെല്ലുക. സ്വാതന്ത്ര്യം എന്നത് ശുശ്രൂഷയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം ആശ്വാസമായി മാറുമ്പോൾ, അവർക്ക് നന്മയായി തൻ്റെ ജീവിതം തിരിച്ചുവിടുമ്പോൾ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നു. പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞു തരുന്നത് അതാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം ശുശ്രൂഷയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായി സമർപ്പിക്കുമ്പോൾ നാം യഥാർത്ഥ, ശരിയായ, കൃത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ കൊണ്ടുവരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ സാഹചര്യത്തിൽ അവർക്ക് പുതിയ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ആകാംക്ഷയിലേക്കും പ്രതിസന്ധിയിലേക്കും വീഴാകുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ മൂലം ആ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ ആ കുടുംബത്തിന് വലിയ അനുഗ്രഹമുണ്ടാകുന്നു, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുടെ സാന്നിധ്യം വഴി മറ്റുള്ളവർക്ക് സമ്മാനമായി ലഭിക്കുക
ഈ ഒരു സാന്ത്വനമാണ്, ഈ ഒരു സന്തോഷമാണ്, ഈ ഒരു കൃപയുടെ ചൈതന്യത്തിൻ്റെ അനുഭവമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യത്തിന് തൻ്റെ ജീവിതം വഴി പറഞ്ഞു തരിക. രണ്ടാമതായി വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ ജീവിതം തൻ്റെ സഹോദരന് വേണ്ടി, തൻ്റെ സഹതടവുകാരന് വേണ്ടി ഒരു ഹോമബലിയായി സമർപ്പിക്കുമ്പോൾ, ആ മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുവാൻ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാകുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ വലിയൊരു മരിയ ഭക്തനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് അമലോത്ഭവ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ മരിയൻ സൈന്യം രൂപീകരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഫ്രാൻസിസ്കൻ പുരോഹിതനായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ വന്നിട്ടുണ്ട് 1932. അങ്ങനെ മരിയൻ ഭക്തി പ്രചരിപ്പിക്കുക മാത്രമല്ല, ഈ മാതാവിൻ്റെ സമർപ്പണം തൻ്റെയും ജീവിതത്തിൽ അർത്ഥപൂർണമാണെന്ന് ജീവിതം വഴി കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ റോമൻ കോൺഫറൻസ് അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നത് ഇതാണ്: എലോൺ വി ആർ സീറോ, ആൻഡ് ദോ വി ക്യാൻ മേക്ക് എ റോ ഓഫ് സീറോസ്, നൺലെസ് ഇറ്റ് വിൽ ഓൾവേസ് എമൗണ്ട് ടു സീറോ. അതായത് നാം ഒറ്റക്കാണെങ്കിൽ ഒരു വട്ടപൂജ്യമാണ്. എത്രയധികം പൂജ്യം ഒരുമിച്ച് ചേർത്താലും എപ്പോഴും അതിൻ്റെ ആകത്തുക പൂജ്യമായി നിലകൊള്ളുന്നു. ബട്ട് if we put at its summit a 1, the resulting figure will be enormous. നാം ഈ സീറോകളുടെ ആരംഭത്തിൽ ഒരു 1 ചേർക്കുകയാണെങ്കിൽ പിന്നീടുള്ളത് വലിയ തുകയായി മാറും. ആ ഒന്നാണ് പരിശുദ്ധ കന്യകാമറിയം, ആൻഡ് ദാറ്റ് ഈസ് മേരി. അതാണ് മാക്സിമിലിയൻ കോൾവേ തൻ്റെ പ്രസിദ്ധമായ ആ റോമൻ കോൺഫറൻസിൽ സൂചിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് തൻ്റെയും ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കുമ്പോൾ, എല്ലാറ്റിലുപരിയായി ദൈവഹിതമനുസരിച്ച് സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവവേദ്യമാകുന്നു. അദ്ദേഹം മറ്റൊരു പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഇഫ് വി യുണൈറ്റ് അവർ വിൽ ടു ദ വിൽ ഓഫ് ഗാഡ്, ലൂസിങ് ourselves in it as a droplet of water loses itself in the ocean, sanctity is achieved. അതായത് ഒരു തുള്ളി ജലം ആഴിയിലെ ആ ജലപ്പരപ്പിലേക്ക് വീണ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരും പോലെ ദൈവമാകുന്ന ആ സമുദ്രത്തിലേക്ക്, ആ പാരാവാരത്തിലേക്ക് ഈ ഒരു തുള്ളി നമ്മുടെ ഹിതം, നമ്മുടെ ആഗ്രഹങ്ങൾ അലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ അവിടെ വിശുദ്ധി ഉത്ഭവിക്കുന്നു, വിശുദ്ധി പുരോഗമിക്കുന്നു, അദ്ദേഹം എഴുതുന്നു. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ജീവിതം, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധ ഹിതവുമായി ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാതെ ആകുന്നു. സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള യഥാർത്ഥ ഈ കാഴ്ചപ്പാട് ബെനഡിക്ട് 16-ാമൻ പാപ്പ ഇവിടെ ഒരു ഉദ്ധരണി യുക്കാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ദൈവകരങ്ങളിൽ സ്വയം കയ്യാളിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കളിപ്പാവ ആകുകയല്ല, മുഷിപ്പുണ്ടാക്കുന്ന അസ്വതന്ത്രനാകുന്നില്ല, അവന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്ന മനുഷ്യന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്താനാവൂ. അങ്ങനെ ദൈവത്തിൽ നാം നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതമാകുന്ന ഈ ഒരു തുള്ളി, എൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അതെല്ലാം ദൈവത്തിൻ്റെ ഹിതവുമായി ഒരുമിച്ച് വരുമ്പോൾ, അങ്ങനെ ദൈവമാകുന്ന ഈ പാരാവാരത്തിൽ എൻ്റെ ഈ ജീവിതമാകുന്ന ഈ ഒരു തുള്ളി അലിഞ്ഞലിഞ്ഞ് ലയിച്ച് ഇല്ലാതായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനാകുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാകാം തൻ്റെ ജീവിതം ഈ ഒരു സഹോദരനു വേണ്ടി സമർപ്പിക്കുവാൻ വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ
തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അഷ്വറ്റ്സിലെ ആ നാസി തടങ്കൽ പാളയത്തിൽ വെച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് 3 പേർ അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടുമ്പോൾ പകരം 10 പേരെ വധിക്കുവാനുള്ള തീരുമാനം ജയിൽ മേധാവി എടുക്കുമ്പോൾ ഇതാ ഒരു കുടുംബനാഥിനു വേണ്ടി ഫ്രാൻസിസെക് ഗജോവിൻസെക് എന്ന ഒരു കുടുംബനാഥിന് പകരം തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ മാക്സിമിലിയൻ കോൾബെ സന്തോഷത്തോടുകൂടെ എന്നാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ 1941 ഓഗസ്റ്റ് മാസം 14-ാം തീയതി മാരകമായ വിഷം അദ്ദേഹത്തിൻ്റെ മേൽ കുത്തിവെച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നു. പക്ഷേ ആ നഷ്ടം യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള വലിയ ഒരു ലാഭമായി പരിണമിച്ചു. 1982 ഒക്ടോബർ മാസം 10-ാം തീയതി വിശുദ്ധ ജോൺ പോൾ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തിയപ്പോൾ അവിടെ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി തൻ്റെ ജീവിതം സമർപ്പിച്ച ഫ്രാൻസിസെക് അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലുണ്ടായിരുന്നു. അന്ന് ജോൺ പോൾ പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: മാക്സിമിലിയൻ ഡിഡ് നോട്ട് ഡൈ ബട്ട് ഗേവ് അപ്പ് ഹിസ് ലൈഫ് ഫോർ ഹിസ് ബ്രദർ. അതായത് മാക്സിമിലിയൻ മരിക്കുകയല്ലായിരുന്നു, തൻ്റെ സഹോദരന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ സമർപ്പണമാണ് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹോമബലിയായി അർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന് മാക്സിമിലിയൻ കോൾബെ നമ്മോട് പറയുന്നു. ജീവിതം വഴി, തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം വഴി. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുക: സ്നേഹിതനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ ഒരു സ്നേഹമാണ്, ഈ സ്നേഹത്തിൻ്റെ പാരമ്യതയാണ്, സമർപ്പണമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് മാക്സിമിലിയൻ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു വിശുദ്ധനെ, അങ്ങനെ അർദ്ധരാത്രിയിൽ തൻ്റെ ജീവിതത്തിലേക്ക് നീതിസൂര്യൻ്റെ അനുഭവം, ആ ഉദയം അനുഭവിച്ച ഒരു വിശുദ്ധനെ കൂടെ അനുസ്മരിക്കുന്നു, വിശുദ്ധ അഗസ്റ്റിനെ. അദ്ദേഹം ആ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ പറയുക, കുമ്പസാരമെന്ന കൺഫെഷൻ എന്ന കൃതിയിൽ അദ്ദേഹം വിവരിക്കുക: ചിരപുരാതനവും നിത്യനൂതനവുമായ സൗന്ദര്യമേ, നിന്നെ അറിയുവാൻ എത്രയോ ഞാൻ വൈകി. അങ്ങനെ പാരതന്ത്ര്യത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതയിലൂടെ ചരിച്ച് അവസാനം സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രകാശം ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം വിമോചിതനായി. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ദൈവം നൽകുന്ന മോചനത്തിൻ്റെ അനുഭവം ആ മനുഷ്യന് സ്വന്തമായി. 17ൻ്റെ ചപലതകളിലാണ് അദ്ദേഹം അവിഹിത ബന്ധത്തിലൂടെ ഒരു ജാരസന്ധതിയുടെ പിതാവായി മാറുക. ആ ഭാവി വിശുദ്ധൻ റോമിലേക്ക് വരികയും അവിടെ നിന്ന് മിലാനിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ അദേദാത്തൂസ് എന്ന ഈ പുത്രനും അവിഹിത ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ വത്സല മാതാവ് വിശുദ്ധ മോനിക്ക കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയും വഴി മകൻ്റെ മനസ്സാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അത് ആ കണ്ണുനീരും പ്രാർത്ഥനയും ഒരിക്കലും വിധാവിലായില്ല. പ്രത്യുത അത് ഈ മകനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഒരുപക്ഷേ വിവാഹം കഴിക്കുവാനുള്ള തീരുമാനങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ചരിത്രത്തിൽ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീയുമായുള്ള വിവാഹം യഥാർത്ഥത്തിൽ നടന്നില്ല. അങ്ങനെ ആ സ്ത്രീയുമായുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കുകയും അവൾ സാവധാനം കാർത്തേജിലെ ഒരു ആശ്രമത്തിൽ പ്രവേശിക്കുകയും ത്യാഗത്തിൻ്റേതായ പ്രാർത്ഥനയുടേതായ ഒരു പുതിയ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അവളെപ്പറ്റി വിശുദ്ധ അഗസ്റ്റിൻ എഴുതുന്നത് ഇപ്രകാരമാണ്: ഷീ വാസ് സ്ട്രോങ്ങർ ദാൻ ഐ.
and made her sacrifice with courage and generosity, which I was not strong enough to imitate. അതായത് അവൾ എന്നേക്കാൾ ശക്തിയായിരുന്നു, കരുത്തുള്ളവളായിരുന്നു. അവളുടെ ആ ഔദാര്യവും ശക്തിയുമൊന്നും എനിക്ക് അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരുന്നില്ല. അങ്ങനെ സാവധാനം അദയോദാത്തോസ് എന്ന പുത്രൻ്റെ അമ്മ, അവൾ പ്രാർത്ഥനയിലും ത്യാഗത്തിലും ആശ്രമത്തിൽ ജീവിച്ച് വിശുദ്ധമായ ഒരു ജീവിതം, ഒരു മരണം സ്വന്തമാക്കിയിട്ടുണ്ടാകണം. ബുദ്ധിശാലിയും മിടുക്കനുമായിരുന്ന മകൻ അഗസ്റ്റിനോടൊപ്പം യാത്ര ചെയ്യുന്നു. അങ്ങനെ മിലാനിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് വിശുദ്ധ അത്തനേഷ്യസ് എഴുതിയ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനിസിൻ്റെ ജീവചരിത്രം വായിക്കുകയും അങ്ങനെ സ്വർഗത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം, ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ഈ മനുഷ്യൻ്റെ സ്വന്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ മിലാൻ പട്ടണത്തിൽ ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ ഒരു സ്വരം അഗസ്റ്റിൻ ശ്രവിക്കുകയാണ്. തോlle et lege, എടുക്കുക, വായിക്കുക, ടേക്ക് ആൻഡ് റീഡ് എന്ന ഒരു സ്വരം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് അദ്ദേഹം അന്ന് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചത്. അതിപ്രകാരമാണ്: അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളുടെ വിചിന്തനം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. 388-ാം ആണ്ടിൽ ഈസ്റ്റർ പാതിരാവിൽ അദ്ദേഹം നീതിസൂര്യന് അഭിമുഖമായി കടന്നു വരുന്നു, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം അദയോദാത്തോസ് എന്ന ആ പുത്രനും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലേക്ക് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കടന്നു വരുന്നു. ആ മകൻ, മിടുക്കനും ബുദ്ധിശാലിയുമായ ആ മകൻ 16-ാമത്തെ വയസ്സിൽ അകാല ചരമം പ്രാപിക്കുന്നു. പിന്നീട് 391-ാം ആണ്ടിൽ 36-ാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ ഒരു പുരോഹിതനാകുകയും 41-ാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാൻ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. 103 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതം വഴി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ നശിപ്പിച്ചു, എന്നാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ പുനർജീവിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സൃഷ്ടാവിൻ്റെ പാതയിൽ ആ ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം നമ്മെ ഓർപ്പിക്കുന്നു. സ്നാപയോഹന്നാൻ്റെ ജീവിതവും ഈ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ് നമ്മോട് ഓർപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ അദ്ദേഹം പറയുക, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ. അങ്ങനെ തൻ്റെ ജീവിതം കർത്താവിൻ്റെ ശബ്ദമാകാൻ, അതും എളിയ രീതിയിൽ സമർപ്പിതമാകാൻ, നീതിയുടെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ സമർപ്പിതമാകുവാൻ തീരുമാനമെടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച മഹാവിശുദ്ധനാണ് സ്നാപയോഹന്നാനും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ദൈവത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണം, ദൈവത്തിൻ്റെ പദ്ധതിയിലും അവിടുത്തെ വിശുദ്ധഹിതവും അനുസരിച്ച് ജീവിതം തിരിച്ചുവിടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി,
മറ്റുള്ളൊരു ജീവിതം കൂടുതൽ അനുഗ്രഹമായി മാറാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനാകുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ മക്കൾക്കുള്ള ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. അങ്ങിൽ ഞങ്ങൾ ലയിക്കുമ്പോൾ, അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിതം തിരിച്ചുവിടുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യവും അർത്ഥവും തിരിച്ചറിയുവാൻ ഇടയാക്കണമേ. അങ്ങനെ അങ്ങയുടെ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ശുശ്രൂഷയുടെ ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കട്ടെ. വിശുദ്ധ അഗസ്റ്റിൻ എഴുതുന്നു, നല്ല മനുഷ്യൻ ഒരടിമ ആണെങ്കിലും സ്വതന്ത്രനാണ്. ദുഷ്ടൻ രാജാവാണെങ്കിലും ഒരടിമയാണ്. നമുക്കെന്നും നന്മയിൽ ജീവിക്കാം, അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.